പത്തനംതിട്ട വള്ളിക്കോട് ലഹരി സംഘത്തിന്റെ അതിക്രമം. കൃഷ്ണകൃപയിൽ ബിജുവിന്റെ വീട് അടിച്ച് തകർത്തു. സ്ത്രീകളടക്കമുള്ളവരെ ലഹരി സംഘം ഉപദ്രവിച്ചുവെന്നും പരാതിയുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്തനംതിട്ട വള്ളിക്കോടാണുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി ഒരു ആക്രമണം ഈ വീട്ടിൽ നടന്നിരിക്കുന്നു. ലഹരി സംഘത്തിൻ്റെ ആക്രമണമാണ്. ബിജു എന്നാണ് ഈ വീട്ടുടമസ്ഥൻ്റെ പേര്. വള്ളിക്കോട് ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു വീടാണ്. എന്തായാലും ഈ പ്രദേശത്ത് ഇന്നലെ രാത്രിയോടുകൂടി ലഹരി സംഘത്തിൻ്റെ ആക്രമണം നടന്നെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. അങ്ങനെ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി മഹസറടക്കം തയ്യാറാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെടിച്ചട്ടിയൊക്കെ എടുത്ത് എറിഞ്ഞ് പൂർണ്ണമായി വീടിൻ്റെ മുൻവശവും അതുപോലെ തന്നെ കാറുമൊക്കെ പൂർണ്ണമായി തകർത്ത ഒരവസ്ഥയിലാണുള്ളത്. ആയുധങ്ങളുമായിരുന്നു ഈ സംഘം എത്തിയത്. രണ്ടംഗ സംഘമായിരുന്നു. ഇതിൽ ഇവർ ഏറ്റവും എടുത്തു പറയുന്നത് തൊട്ടപ്പുറത്തെ പ്രദേശത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു രണ്ടുപേർ. രണ്ട് യുവാക്കളാണ്. അവർ മറ്റു ലഹരിയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ചോദ്യം ചെയ്ത് ഈ വീട്ടുടമസ്ഥൻ രംഗത്തെത്തി. ബഹളം വെക്കരുതെന്ന് പറഞ്ഞ് ഈ വീട്ടുടമസ്ഥൻ രംഗത്തെത്തുകയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു? അവർ 2-3 പേരായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. 2 പേരാണ് ഇതിനുള്ളിൽ കയറി അക്രമം കാണിച്ചത്. അതിൽ ഒരുത്തനാണ് ഇതെല്ലാം ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. പ്രദേശത്തുള്ള ആളുകളാണോ? അതെ, ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകളാണ്. അവർ സ്ഥിരം ഇവിടുത്തെ പുള്ളികളാണ്. പല കേസുകളിലും പ്രതിയാണ്. പല പ്രാവശ്യം അത് ഇവിടുത്തെ അടുത്ത് താമസിക്കുന്ന ശ്യാം എന്ന് പറയുന്ന വ്യക്തിയാണ്. ശ്യാമിൻ്റെ കൂട്ടുകാരൻ മറ്റവൻ്റെ പേര് ബിബിൻ ഇല്ലേ? വിമലും അഭിജിത്തും. ഞങ്ങൾ വരുമ്പം ഒരാളെ ഗേറ്റ് ചാടി കടന്ന് ആ ഡോറിനിട്ട് തൊഴിക്കുന്നു. ആ ഡോറിനിട്ട് തൊഴിച്ചതിന് ശേഷം കറങ്ങി വന്നിട്ട് അവിടുന്ന് ആ കുഴവി എടുത്തിട്ട് അവിടുത്തെ ഗേറ്റ് പിന്നെ അവലിനെ എടുത്ത് എറിയുന്നു. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നു. പിന്നെയും ഗേറ്റ് ചാടി കയറി വരുന്നു. ചെടിച്ചട്ടി എന്നാൽ ഇതേ ഉള്ളൂ ഇനി പൊട്ടിക്കാൻ വെച്ച് ചെടിച്ചട്ടി എടുത്ത് കാറിൻ്റെ ചില്ലടിച്ച് പൊട്ടിക്കുന്നു. താഴെ കറങ്ങിപ്പോയി ആ ഗേറ്റ് തുറക്കുന്നു. ഈ വീട്ടുടമസ്ഥനൊക്കെ ഉണ്ടായിരുന്നു. വീട്ടുടമസ്ഥനൊക്കെ അവർ അകത്ത് പേടിച്ച് അകത്ത് കയറിയിരിക്കുകയാണ്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു സ്ഥിരം പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെയാണ്. നിലവിൽ ഇവിടെ ഈ ലഹരിയുമായി വലിയൊരു ഉപയോഗമുള്ള ആളുകളുടെ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറുകയാണ്. ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളെയാണ് പ്രകോപനം യാതൊന്നും ഇല്ലാതെ കയറി ആക്രമിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ അടിയന്തരമായി ഇപ്പോൾ പോലീസ് വേണ്ട നിലയിലൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇതിൽ എക്സൈസും പോലീസും എല്ലാം കൂടെ ചേർന്ന് സംയുക്തമായ ഒരു പ്രവർത്തനം അതിനതിൽ എല്ലാവിധമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം പങ്കാളിയായി നടത്തണം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ പൊതുവിൽ എടുത്തിട്ടുള്ളത്. ഇന്നലെ പ്രതികളെ പിടിക്കാൻ കഴിയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കണ്ടേ? അത് മാത്രമല്ല അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകളാണ് പ്രതികൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു. ഇത് അനുവദനീയമല്ല. ഒരു വീട്ടിൽ ഇത്തരത്തിൽ വീട് കയറി ആക്രമണം ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനമാണ്. ജീവിക്കണം ഈ പ്രദേശത്ത് നിന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ ആക്രമണമാണ് നടന്നത്. ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ വരുന്നത്. പോലീസ് അത് ഉണ്ടാകുമെന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എത്തിയിട്ടുണ്ട്. അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.